നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് ഒരു ചെറിയൊരു വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ചെറിയ രീതിയിലുള്ളൊരു മോഡിഫിക്കേഷൻ. അതായത് വണ്ടിക്ക് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു പെയിൻറ്റിങ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള PPF ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ആലുവയിലുള്ള അമ്പാട്ടുകാവിലുള്ള ഓട്ടോടോക്സിലാണ്. ഓട്ടോടോക്സ് കൊച്ചി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ PPF ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. PPF എന്ന് പറയുന്നത് നമ്മുടെ ഈ പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുതിയതോടുകൂടി നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് PPF. കാരണം PPF ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വണ്ടി നമുക്കൊരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷം മുതൽ 5 വർഷം വരെ 5 വർഷത്തേക്ക് വരെ നമ്മൾ ആ പെയിൻറ്റിനെ അതുപോലെ തന്നെ നിലനിർത്താൻ പറ്റും. 5 വർഷം കഴിഞ്ഞിട്ട് ഈ PPF പൊളിച്ചു കഴിഞ്ഞാലും പെയിൻറ്റിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പെയിൻറ്റിന് ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ PPF അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മിർസബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനസ്. PPF ചെയ്യാനായിട്ട് ഞാൻ പല രീതിയിൽ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരെന്ന് പറയുന്നത് ഈ ഓട്ടോടോക്സിൻ്റെ പേരായിരുന്നു. തന്നെയല്ല, മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ഈ PPF ചെയ്യുന്നത് ഹീറ്റ് ചെയ്യാതെയാണ്. ഹീറ്റ് ചെയ്യാതെ തന്നെയാണ് ഈ PPF ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ്. ഹീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നമ്മൾ പിന്നീട് ഇത് വലിച്ചു പറിക്കുന്ന സമയത്ത് പശ ഉണ്ടാവാനോ അല്ലെങ്കിൽ പെയിൻറ്റിന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് കൂടുതലായിട്ട് ഞാൻ ഇവിടെ വരാനുള്ളൊരു കാര്യം. കാരണം ഇവർ കുറേ വർഷങ്ങളായിട്ട് 4 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് വണ്ടിയുടെ പ്രോസസ്സിങ്ങിലേക്ക് പോകാം. സാധാരണ ഇതിൽ ഇങ്ങനൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടി ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ പോളിഷ് ചെയ്തതിന് ശേഷമായിരിക്കും വാഷ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് അധികം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണില്ല. ഓൾറെഡി ഇത് പോളിഷ് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ വാഷിങ്ങിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും എക്സ്പൾസ് പോലുള്ള വണ്ടികളിൽ ഈ മെറ്റൽ പാർട്സ് ആണ് PPF ചെയ്യുന്നത്. അതായത് ടാങ്ക്, പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ്, പിന്നെ സ്പീഡോമീറ്റർ, ഇത്രയും ഭാഗമാണ് PPF ചെയ്യുന്നത്. ഈ ഫൈബർ പാർട്സ് ഒന്നും PPF ചെയ്യൂല. അതായത് ഇത് PPF ചെയ്യണതിന് പകരം വേറെന്താ ഒരു ഓപ്ഷൻ? നമ്മൾ യൂസ് ചെയ്യുന്നത് സെറാമിക്കോ അല്ലെങ്കിൽ റഫൈൻ കോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് 2 വർഷം വാറണ്ടിയാണ് വരുന്നത്. 2 വർഷം വാറണ്ടി അല്ലേ? 2 വർഷം വാറണ്ടിയാണ്. ഇത് നമുക്ക് സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് ആക്ച്വലി സെറാമിക് ഒരു ലിക്വിഡ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പം നമുക്ക് പെയിന്റ്സിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറാമിക് അപ്ലൈ ചെയ്യുന്നത്. ഒരു ലിക്വിഡ് പ്രൊട്ടക്ഷൻ ആണ്. അത് നമ്മൾ സൈഡ് പാനൽസിലും പിന്നെ ഫ്രണ്ട് മഡ് ഗാർഡിലും നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് 2 വർഷത്തെ വാറണ്ടി അല്ലേ? 2 വർഷം വാറണ്ടി. ഇത് നമുക്ക് 5 വർഷം. അത് 5 വർഷം വാറണ്ടി. 5 വർഷം വാറണ്ടിയിൽ അവൈലബിൾ ആണ് PPF. 2 വർഷം വാറണ്ടിയിൽ അവൈലബിൾ ആണ്. ഓക്കെ. നമുക്ക് കുറച്ചും കൂടിയും അതായത് നല്ലതെന്ന് പറയുന്നത് 5 വർഷത്തെ വാറണ്ടിക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ അതെ, 5 വർഷത്തെ. കാരണം നമ്മൾ വാറണ്ടി പീരീഡിൽ ആക്ച്വലി 5 ഇയേഴ്സ് വാറണ്ടിയിൽ നമ്മൾ വാറണ്ടി പീരീഡിൽ കവർ ആവുന്നത് ബബിൾസ് വന്നു കഴിഞ്ഞാൽ, ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ, മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ, പൊളിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്യും. ആക്സിഡന്റൽ ഇഷ്യൂസ്, തട്ടല്, മുട്ടല്, പോറല്, പെറ്റ്സ് ഉണ്ടാക്കുന്ന ഡാമേജസ്, ഇതിന് 50% എമൗണ്ടിലായിരിക്കും നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ 5 വർഷം വാറണ്ടിയാണ് നമ്മൾ പ്രൈസ് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എന്തുകൊണ്ടും നമുക്ക് 5 വർഷം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നീട് നമ്മൾ ഇതിന്റെ എന്തെങ്കിലും അതായത് സർവീസോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടോ? അതായത് നമ്മൾ ആക്ച്വലി നമ്മൾ PPF ചെയ്ത ശേഷം 15 ദിവസത്തേക്ക് പ്രഷർ വാഷോ ഡീസൽ വാഷോ ഒന്നും തന്നെ ചെയ്യരുത്. അന്ന് ശ്രദ്ധിച്ചത്. പിന്നെ PPF സെറ്റ് ആയിക്കോളും. പിന്നെ അത് 2 ആഴ്ച കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. അത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ? ഇല്ല, പൊളിഞ്ഞു പോരില്ല. പൊളിഞ്ഞു പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ വാറണ്ടിയിൽ മാറിത്തരും. വാറണ്ടിയിൽ മാറിത്തരും, ഫ്രീ ആയിട്ട് തന്നെ മാറിത്തരും. ഇതിങ്ങനെ പിള്ളേരൊക്കെ ഇവിടെ വന്ന് പിടിച്ചിങ്ങനെ പൊളിക്കാൻ സാധ്യത? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എഡ്ജസ്റ്റിൽ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് ഒട്ടിച്ചാണ് വിടുന്നത്. അതുകൊണ്ട് ഒരു പ്രോബ്ലം വരത്തില്ല. പിന്നെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോസസ്സിൽ ഹീറ്റിംഗ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഈ വാറണ്ടി പീരീഡിൽ തന്നെ റിമൂവ് ചെയ്യണ സമയത്ത് നമുക്ക് പെയിന്റിന്റെ ക്വാളിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാനും അന്വേഷിച്ചപ്പോൾ കൂടുതലും അതായത് ഹീറ്റ് ചെയ്യുന്ന പല സ്ഥലത്ത് ഹീറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹീറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് കണ്ടാണ് മെയിനായിട്ടുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഭാവിയിലേക്ക് പൊളിച്ചു കഴിഞ്ഞാലും വിഷയം ഉണ്ടാവില്ല. ഇല്ല, പെയിന്റിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വിഷയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ സെറാമിക് കൂടിയും ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടി കുറച്ചുകൂടി ഷൈനിങ് കിട്ടും. പിന്നെ മസ്റ്റായിട്ടും വണ്ടി PPF ചെയ്ത വണ്ടി മസ്റ്റായിട്ടും വാഷ് ചെയ്ത് നമുക്ക് എടുക്കുന്ന സമയത്ത് വൈപ്പ് ചെയ്യുമ്പോൾ
മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് വേണം വൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും വാഷ് ചെയ്ത് വൈപ്പ് ചെയ്യുമ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ 2 വണ്ടി ചെയ്തിട്ടുണ്ട്, 2 വണ്ടി ചെയ്യാനായിട്ടുള്ള കിടപ്പുണ്ട്. ചെയ്ത് കഴിഞ്ഞാണ് ഈ 2 വണ്ടികൾ. അതും ചെയ്താണ്, ഇതും ചെയ്ത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ വണ്ടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ വണ്ടി ആദ്യം വാഷ് ചെയ്യാനായിട്ട് പോകുന്നു. നമ്മുടെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ട് ഒരു PPF ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൊരു വണ്ടി ഇരിക്കുന്നുണ്ട്, ഒരു ബൈക്ക്. അന്യായ ലുക്ക്, ഇലക്ട്രിക് ബൈക്കാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഡ്ജിൽ നിന്ന് PPF പൊളിയാതിരിക്കാനായിട്ട് വേറൊരു പീസ് ഒട്ടിച്ചു വിടുന്നതാണ്. വാഷിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ വണ്ടി PPF ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ വണ്ടിയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചുകളൊക്കെ പോളിഷ് ചെയ്ത് മാറ്റുവാണ്. സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളയാം. സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കളഞ്ഞാലുള്ള നമുക്ക് PPF നല്ല രീതിയിൽ ഒട്ടിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഇതിൽ PPF ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് PPF. ഇതാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആദ്യം വെള്ളം അടിക്കുന്നുണ്ട്. ഷാമ്പു ഉള്ള വെള്ളമാണ് അടിക്കുന്നത്. നമ്മൾ സ്റ്റിക്കർ പൊട്ടിക്കുന്ന പോലെ തന്നെ അതേ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്ത PPF ആപ്ലിക്കേഷൻ 160 മൈക്രോൺസ് ആണ്. TPU ക്വാളിറ്റിയാണ്. TPU സ്റ്റാൻഡ്സ് ഫോർ തെർമോ പോളി യൂറിത്തീൻ ആണ്. അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളിവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓട്ടോ ആണ്. ഇതാണ് അവരുടെ നമ്പർ. കോൺടാക്ട് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ട് മീറ്റർ കൺസോൾ ഒട്ടിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ചെറിയ ഡസ്റ്റുകൾ അടിഞ്ഞിട്ട് നല്ല രീതിയിൽ ഡസ്റ്റ് അടിഞ്ഞിട്ടുണ്ട്. ഈ ഡസ്റ്റ് ആക്ച്വലി ഒരു വെള്ളം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്ക്രാച്ചസ് വീഴും. അപ്പോൾ ഇതുപോലത്തെ വരുന്ന സ്ക്രാച്ചസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് PPF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കൺസോളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തുള്ള ഈ വാട്ടർ ഡ്രോപ്സ് ഒക്കെ അതൊക്കെ പൊക്കോളൂല്ലേ? വാട്ടർ മാർക്സ് പൊക്കോളും. 15 ദിവസം കൊണ്ട് പ്രഷർ വാഷും ഡീസൽ വാഷും ചെയ്യാതെ ഇരുന്നായി. പിന്നെ ഈ എഡ്ജസ്റ്റിൽ വരുന്ന വാട്ടർ മാർക്സിന്റെ പ്രസൻസ് ഉണ്ടാവും. കാരണം നമുക്ക് പെയിന്റും പിന്നെ സ്റ്റിക്കറും തമ്മിലൊരു ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ എഡ്ജസ്റ്റിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനകത്ത് PPF ചെയ്തു, അതുപോലെ സൈഡിൽ കൂടെ സെറാമിക് കോട്ടിങ്ങും ചെയ്തു. അതായത് ഇതിൻ്റെ ഈ സൈഡ് പാനലിലൂടെ സെറാമിക് കോട്ടിങ് ചെയ്തു. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.